ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ തുഖദ്ദിബിലുൽ അർളാൻ വഹിയ നായിബതി. നേരമെടുത്താൽ എന്റെ റൂഹിനെ ഞാൻ ബഗ്ദാദിൽ നിന്ന് ഞാൻ എന്റെ റൂഹിനെ മദീനയിലേക്ക് അയക്കാറുണ്ടെന്ന് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ നബിയെ നിങ്ങളെ കാണാൻ വന്നു, എന്നും അങ്ങനെ കാണാൻ വരാൻ കഴിയില്ലല്ലോ. ഇന്ന് ആ കൈ ഇങ്ങോട്ട് നീട്ടിത്തരണം, എന്റെ ചുണ്ട കൈകളിൽ വെക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു തന്റെ രണ്ട് കൈ നീട്ടിക്കൊടുത്തു എന്നാണ് ചരിത്രം. മുഹമ്മദ് നബിയുടെ നാവിന് 13 കൊല്ലാണ് ഖുർആൻ കേട്ടത്. ആര്? കാന ജാറൻ നബി, റസൂലുള്ളാഹിന്റെ അയൽക്കാരനാ, ഹബീബായ നബിയുടെ അയൽക്കാരനാ. ആര്? അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. നന്നായില്ലാണ് ചെയ്തത്, അന്ന് ഉറപ്പല്ലേ നന്നായില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കും. അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹു ഹിദായത്ത് നമുക്ക് തരട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തക്കിന്റെ കിടങ്ങ് കയറിയപ്പോൾ വെളിച്ചം ഒരു കല്ലിനാട്ടിച്ചിട്ട് വെളിച്ചം പരത്തിയിട്ട് ലോകം മുഴുവനും ആ വെളിച്ചത്തിൽ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ താഴെ ഇവർക്കൊക്കെ കിട്ടും. എന്തുകൊണ്ട്? ആ സത്യത്തെ പ്രചരിപ്പിക്കാനാ. അപ്പൊ ആ കഴിവിന്റെ താഴെ അല്ലാഹു ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കും. അതൊന്നും അവർക്ക് വിഷയമുള്ള കാര്യമല്ല. കുല്ലി വലിൻ ലഹു ഖദമു വഇന്നി അലാ ഖദമിൻ നബി ബദിൽ കമാലി. ഏതൊരു വലിയനും ഒരു അടിത്തറ വേണം. എന്റെ വിലായത്തിന്റെ അടിത്തറ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് എന്നിട്ട് ബഹുമാനപ്പെട്ടവരോട് ഖാജയോട് ഉസ്താദ് പറഞ്ഞു, ഇദ്ഹബ് വഅതി ബിദാലിക്കൽ ഹജരി. ആ കല്ലെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി ദൂരെ ഒരു കല്ല് കിടക്കുന്നുണ്ട്, ആ കല്ലെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. ഫഅതാ ബിഹി. കല്ലും എടുത്ത് നേരെ ദൂരെ ഒരു കല്ലുണ്ട്, ആ കല്ലും കൊടുത്തു വന്നു. ഒക്കെ കഴിഞ്ഞ് ആ കാണുന്ന കല്ലെടുത്ത് വന്നു. ആ കല്ലെടുത്ത് വന്നു, കല്ലും കൈ പിടിച്ചു വന്നു. ഉസ്താദിന് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി കൈ തുറക്കുക. കൈ തുറക്കുമ്പോൾ കൈ സ്വർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്, കല്ല് സ്വർണ്ണമായി മാറിയിട്ടുണ്ട്. ഇനി പോയിക്കോളൂ, പണി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ പണിയും തീർന്നു, ഇനി എന്റെ അടുത്തിൽ ഒന്നുമില്ല, തീർന്നു കഴിഞ്ഞു എന്ന് ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു. ഇത് ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ്. ബഹുമാനപ്പെട്ടവര് ഫഖീറായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. അദ്ദേഹം ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകത തന്നെ ഇന്നും എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത, അവിടെ വരുന്നവർക്ക് മുഴുവനും അവർ വന്ന അന്ന് മുതൽ തന്നെ ഊട്ടാറുണ്ടായിരുന്നു. അത്ഭുതമാണ്. പൃഥ്വിരാജ് ചൗഹാൻ എന്ന ഭരണാധികാരിയായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്ന ആ ഭാഗത്തേക്ക് ഞാൻ വരാം. അന്ന് പൃഥ്വിരാജ് ചൗഹാന്റെ അമ്മ തന്നെ പൃഥ്വിരാജിനോട് പറഞ്ഞിരുന്നു, ഫക്കീറന്മാരെ സേവിക്കുന്ന ഒരു വലിയ ആൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്. ആ ആള് വന്നാല് ഫക്കീറന്മാരെ അദ്ദേഹത്തിന്റെ പിന്നാലെ അടിഞ്ഞുകൂടും. എല്ലാ വരുന്ന മനുഷ്യന്മാർക്കും യഥേഷ്ടം ആയിരക്കണക്കായ ആളുകൾ ബഹുമാനപ്പെട്ടവരെ ദിവസം ദിവസം തേടി വരും. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കൽ പതിവായിരുന്നു. എവിടുന്നാണ് ഈ ഭക്ഷണം വരുന്നത്, എന്താണ് ഇതിന്റെ ചെലവഴിക്കാൻ എവിടുന്നാണ് കിട്ടുന്നത് ഒരാൾക്കും അറിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഖാജ ഗരീബ് നവാസ്, പാവപ്പെട്ടവരുടെ സുൽത്താൻ എന്ന് ബഹുമാനപ്പെട്ടവർക്ക് പേര് കിട്ടിയത്. അതാണ് ഉസ്താദിന്റെ അവസാനത്തെ ഇയാളെയാണ് ഒരു കല്ലെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. കല്ലെടുത്ത് കൊണ്ടുവന്നു, കൈ തുറന്നപ്പോൾ സ്വർണ്ണമാണ്. ശ്രദ്ധിക്കണം, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മഹത്തുക്കളായ അള്ളാന്റെ ആരിഫീങ്ങൾക്ക് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. എന്നിട്ട് വക്കാന യുൻഫിഖു ശൈഖു ഹീന ഇസ്തഖറ ഫീമാ ബഅദ ഫീ ബൽദത്തി അജ്മീർ കാന യത്ബഹു കുല്ല യൗമിൻ മാ യക്ഫീ ലിജമീഇൽ ഫുഖറാഇ വസാകിനിൽ ഹാദിരീൻ. ആയിരക്കണക്കായ ആളുകൾ ദിവസം വരും, അവർക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കുന്ന സംവിധാനം അവിടെ ഉണ്ടാവും. എവിടുന്നാണ് ഈ ഭക്ഷണം വരുന്നതെന്ന് അവർ ആർക്കും അറിയില്ല. ഇപ്പോഴും ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് അവിടെ ആയിരിക്കും. 2 ചെമ്പ്, ഒരു വലിയ ചെമ്പുണ്ട്, ചെറിയ ചെമ്പ്. വലിയ ചെമ്പ് അക്ബർ ചക്രവർത്തി ദാനം ചെയ്തതാണ്. അതിന്റെ താഴെയുള്ള ചെമ്പ് ഷാജഹാൻ ചക്രവർത്തി ദാനം ചെയ്തതാണ്. 2 ചെമ്പുണ്ട്. ആ ചെമ്പിൽ ഏറ്റവും വലിയ ചെമ്പ് അക്ബർ ചക്രവർത്തി ദാനം ചെയ്തതും രണ്ടാമത്തെ ചെമ്പ് ബഹുമാനപ്പെട്ട ഖുറം രാജകുമാരൻ എന്ന ഷാജഹാൻ ചക്രവർത്തി ദാനം ചെയ്തതുമാണ്. അവിടെ ഇപ്പോഴും ഉണ്ട് നല്ല ഭക്ഷണം കൊടുക്കും. ഒരുപാട് രോഗങ്ങൾക്ക് ആ ഭക്ഷണം മരുന്നായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇഷ്ടം പോലെ ആ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് രോഗം മാറിയ അനവധി ആളുകൾ ഇന്നുമുണ്ട്. അത്രയും വലിയ പ്രധാനപ്പെട്ട ഒരു മരുന്നിന്റെ ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത്. ആ ഭക്ഷണത്തിലൊക്കെ വലിയ പ്രാധാന്യങ്ങളുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഖാജയുടെ പ്രത്യേകതയായിട്ട് അതായിരുന്നു. അത് കഴിഞ്ഞു ബഹുമാനപ്പെട്ടവര് ഉന്നതമായ സ്ഥാനവസ്ത്രം നൽകി. അങ്ങനെ രണ്ടാമതായി ബഹുമാനപ്പെട്ടവര് അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ ശിഷ്യനെ ഏൽപ്പിക്കാൻ വേണ്ടി വരികയാണ്. വീണ്ടും ബഹുമാനപ്പെട്ട ബൈത്തുല്ലാഹിൽ ഹറാമിലേക്ക് ബഹുമാനപ്പെട്ടവര് ഉസ്മാനുൽ ഹാറൂനി ശിഷ്യൻ ഖാജയെയും കൂട്ടി വന്നു. فطاف أولا بالكعبة الشريفة ودعا الشيخ عثمان في حق الشيخ معين الدين ودعا دعاء القبول ولا قبول الدعاء ചെയ്തു. وتفوق على العالمين والله ظهور الأوصاف القدسية
ഈ ദുആകളെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിളിയാളം പോലും ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചു. അതിന് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ഖാജയെയും കൂട്ടിയിട്ട് നേരെ ഒരു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്ക് പോയി. ഹീനമ വസ്ല ഇല റൗളത്തിൽ മുകറമ, റൗളയിലേക്ക് എത്തിയപ്പോഴോ ഖാതിബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് സലാം കൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തു. ഫലമ്മ സല്ലല്ലാഹു വസല്ലമ കദാലിക സുമിഅ മിന റൗളത്തി ശരീഫ വഅലൈക ബി യാ ഖുതുബൽ മശായിഖ് ബി സൗത്തിൻ അനീസിൻ വഇശ്ഖിൻ ലറീബ്. ബഹുമാനപ്പെട്ടവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മനോഹരമായ ഒരവസ്ഥയിലേക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഖാജയെ സ്വീകരിച്ചു. വളരെ സന്തോഷമായി. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞു. വീണ്ടും ഹിജ്റ 582 ഹിജ്റ ബഹുമാനപ്പെട്ടവരുടെ ബൈഅത്ത് പൂർണ്ണമായി കൈമാറിയ വർഷമാണത്. ഹിജ്റ 582 വർഷം, അഥവാ തന്റെ ആയുസ്സിന്റെ 52 വയസ്സ് ബഹുമാനപ്പെട്ടവർ പൂർണ്ണമായി ചിശ്തിയ്യ ത്വരീഖത്തിന്റെ ഖിലാഫത്ത് സ്വീകരിച്ചു. അന്ന് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന് 70 വയസ്സായിരുന്നു. അതോടുകൂടെ പൂർണ്ണമായി ഇങ്ങോട്ട് മാറി. ചിശ്തിയ്യ ത്വരീഖത്തിന്റെ ശൈഖായി അന്ന് മുതൽ ബഹുമാനപ്പെട്ട ഖാജ അറിയപ്പെട്ടു. എല്ലാവരെയും വിളംബരം ചെയ്യുകയും ചെയ്തു. അത് വളരെ വലിയ ഒരു സംഭവമായിട്ടാണ് പിന്നെ നടന്നത്. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ ഒതുലാളുമായി കുടിച്ച് ചർച്ചാ ഭാഗത്തേക്ക് ഞാൻ വരും. അതിനുശേഷം പിന്നെ ബഹുമാനപ്പെട്ടവർ ഉസ്താദ് പിന്നെ നേരെ പറഞ്ഞേക്കുകയാണ്. ഉസ്താദ് പിന്നെ ദീനി ദഅവത്തിന് വേണ്ടി പറഞ്ഞേക്കാം. ഉസ്താദിന് 42 കൊല്ലത്തെ റിയാള് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. വളരെ അത്ഭുതകരമായ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞേക്കാം. അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു. ഉസ്താദും ശിഷ്യനും തമ്മിൽ വളരെ വലിയ ഒരു കാലഘട്ടത്തിന്റെ അധ്വാനത്തിന്റെ തജ്രീബയുടെയും റിയാളയുടെയും വലിയ ഒരു കാലഘട്ടത്തിന്റെ പഠനാധ്വാനങ്ങൾ കഴിഞ്ഞിട്ട് ഹിജ്റ 582 ബഹുമാനപ്പെട്ടവര് ഉസ്താദുമായി വിട്ടുപിരിഞ്ഞു. പിന്നെ 583 പുതിയ ശിഷ്യനെ സ്വീകരിച്ചു. ആ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഖുത്ബുദ്ദീൻ ബഖ്തിയാരി കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു. കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഒരു ശിഷ്യനാകുമ്പോൾ ബഹുമാനപ്പെട്ട ഖുത്ബുദ്ദീൻ ബഖ്തിയാരിക്ക് 14 വയസ്സാണ്. വളരെ ചിന്തിക്കണം, ഞാൻ നീട്ടി പറയുന്നില്ല, വലിയ വിപുലമായ ചരിത്രം. പിന്നെ രണ്ടാളും ഒരുമിച്ച് നേരെ രണ്ടാളും നേരെ പിന്നെ ഹജ്ജിന് പോവുകയാണ്. പുതിയ ശിഷ്യനായി ഖാജക്ക് ഒരു പുതിയ ശിഷ്യനായി ബഹുമാനപ്പെട്ട ഖുത്ബുദ്ദീൻ ബഖ്തിയാരി കാക്കി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിയെ തന്റെ കൂടെ കൂട്ടി അവർ രണ്ടാളും പിന്നെ ഹജ്ജിന് പുറപ്പെട്ടു. ഒറ്റക്ക് ഹജ്ജിന് വരുന്ന ആദ്യത്തെ സന്ദർഭമാണ് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു. ആ ഹജ്ജ് കഴിഞ്ഞു നേരെ മദീനയിൽ റൗളയിലേക്ക് പോയി. റൗളയിൽ അധിക നേരവും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. അതിനിടയിലാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട സംഭവം. റൗളയിൽ മുസ്തഫ നബി ആരുമില്ല. ഉസ്താദുമായൊക്കെ ഉസ്താദ് എല്ലാവിധ അധികാരങ്ങളും കൊടുത്തു, പിരിഞ്ഞു. നേരെ മക്കയിലേക്ക് പോയി ഹജ്ജ് ചെയ്തു. പിന്നെ മദീനയിലേക്ക് വന്നു. മദീനയിൽ വന്ന ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ സിയാറത്തിന് വേണ്ടി ാണ് ആ ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിന്റെ ഇനി വഴിത്തിരിവായ. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ തന്നെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു വിഷയം ആ സംഭവത്തിലാണ്, ആ സന്ദർഭത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവർ ആ കാര്യം വിശദീകരിക്കും. ഞാൻ റൗളയ്ക്ക് അഭിമുഖമായി ആ ഹജ്ജ് കഴിഞ്ഞ് റൗളയ്ക്ക് അഭിമുഖമായി ഇങ്ങനെ ഇരിക്കൽ പതിവായിരുന്നു. അങ്ങനെ ഇരിക്കാം. ഉള്ളിൽ നിന്ന് വിളിയാളം വേണ്ടി വന്നു. മുഈനുദ്ദീനെ ഒന്നുകൂടി അടുത്തേക്ക് വാ എന്ന് ഹബീബായ റസൂലുള്ളാഹി റൗള എന്ന് വിളിച്ചു. ചിന്തിക്കണം, ഹിജ്റ 585. ഉള്ളിലേക്ക് കയറി ചെന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉന്നതമായ നിലക്ക് സലാം പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സംഭവം ഉണ്ടെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, കുന്തു അസ്മഉ കുന്തു സമിഅതു നിദാ മിൻ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈ നീട്ടിയിട്ടുണ്ട്, പ്രധാനപ്പെട്ട കൈ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ പ്രകാരം നമ്മുടെ നാട്ടിലും ഒരു ദർവേഷ് ഉണ്ട്. ആരാണ് ദർവേഷ് എന്നറിയോ? ഉമറുൽ ഖാലിൽ ബിലങ്കുട്ടി റഹ്മത്തുള്ളാഹി അലൈഹി. മജഫദമുൻ സലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി من حب قلبي سير الكونين
ഹയ്യൻ വമൈതൻ ഫിതുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇത് റൗളയുടെ കവാടത്തെ പൊട്ടിക്കുകയും ഈ പാട്ട് കേട്ട് റൗളയുടെ കവാടത്തിൽ നിന്ന് ഉള്ളിലേക്ക് കയറുകയും അവിടുത്തെ ഷരീഫത്തായിട്ട് കേരളീയനായ ദർവേശിന് നീട്ടിക്കൊടുക്കുകയും ചെയ്തിരുന്ന കേരളത്തിലെ ദർവേശാണ് ബഹുമാനപ്പെട്ട മഹാനായ ഉമർ ഖാദിർ വിളക്കുട്ടി റഹ്മത്തുള്ളാഹി അലൈഹി. രണ്ട് കൈയും നീട്ടിക്കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദ് നബി. അത് നിങ്ങൾ സംശയിക്കണ്ട. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും മിണ്ടാനുള്ള തോടില്, സംസാരിക്കാനുള്ള തോടിലാണ് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. في حالة البعد روحي كنت أرسلها تقدم الأرض وهي نائبتي. നേരം കൊടുത്താല് എന്റെ റൂഹിനെ ഞാൻ ബഗ്ദാദിൽ നിന്ന് ഞാൻ എന്റെ റൂഹിനെ മദീനയിലേക്ക് അയക്കാറുണ്ടെന്ന് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ നബിയെ നിങ്ങളെ കാണാൻ വന്നു, എന്നും അങ്ങനെ കാണാൻ വരാൻ കഴിയില്ലല്ലോ. ഇന്ന് ആ കൈ ഇങ്ങോട്ട് നീട്ടിത്തരണം, എന്റെ ചുണ്ട കൈകളിൽ വെക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു തന്റെ രണ്ട് കൈ നീട്ടിക്കൊടുത്തു എന്നാണ് ചരിത്രം. മുഹമ്മദ് നബിയുടെ നാവിന് 13 കൊല്ലാണ് ഖുർആൻ കേട്ടത്. ആര്? കാന നബിയുടെ റസൂലുള്ളാഹിന്റെ അയൽക്കാരനാ, ഹബീബായ നബിയുടെ അയൽക്കാരനാ. ആര്? അബൂലഹബ് ലഅനത്തുല്ലാഹി. നന്നായില്ലാന്നാ ചെയ്യുക, അന്ന് ഉറപ്പല്ലേ നന്നായിട്ടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കും. അല്ലാഹു നമുക്ക് തരട്ടെ. അവർക്ക് പറ അല്ലാഹു ഹിദായത്ത് നമുക്ക് തരട്ടെ. ബൽഖയിലെ രാജാവ് നന്നായില്ലേ? നന്നായില്ലേ? അടി കിട്ടിയപ്പോ പിന്നെ അടിച്ചു തെളിക്കാരിയായ പെണ്ണ് മുറിയിൽ വന്നു. അടിച്ചു തെളിക്കുന്നതിന്റെ ഇടയിൽ രാജാവിന്റെ പട്ടുമെത്ത കണ്ടപ്പോഴൊന്ന് കിടന്നു പോയി. രാജാവ് പുറത്തു പോയതായിരുന്നു. പെട്ടെന്ന് രാജാവ് മുറിയിലേക്ക് കയറി വന്നു. ചാട്ടവാറ് കയ്യിലുണ്ട്. പെണ്ണ് അടിച്ചു തെളിക്കാരി പെണ്ണ് രാജാവിന്റെ രാജകട്ടിലിൽ കിടക്കാം. അടി കൊടുത്തു. പെണ്ണ് എണീറ്റിട്ട് പോട്ടി അങ്ങോട്ട് കരഞ്ഞു, വല്ലാത്ത കരച്ചിൽ. ഇതിന് മാത്രം ഞാൻ അടിച്ചിട്ടില്ലല്ലോ എന്നായി രാജാവ്. അപ്പോൾ പെണ്ണ് പറഞ്ഞു, ഒന്നുമല്ല, വളരെ കുറഞ്ഞ നേരം മാത്രമേ ഞാനിവിടെ കിടന്നിട്ടുള്ളൂ. ഈ ഒരു കിടത്തത്തിന് തന്നെ ഇങ്ങനെ ഈ ചാട്ടവാറ് കൊണ്ട് 2 അടി കിട്ടുകയാണെങ്കിൽ എന്നും ഇവിടെ കിടക്കണം എന്റെ രാജാവിനെ എത്ര അടി കിട്ടുമെന്ന് ആലോചിച്ച് കരഞ്ഞു വരാണ്. എന്റെ കാര്യത്തിൽ കരഞ്ഞല്ല, രാജാവിന്റെ തല കൊണ്ട് നന്നായി. ആ രാജാവാണ് ലോകം കണ്ട സൂഫി ഇബ്രാഹിം അദ്ദേഹം. ബാണ്ടക്കയുടെ തലയിലേറ്റിയിട്ട് പിന്നെ ബൽഖ വിട്ടു, എല്ലാം വിട്ടു ഓടുകയാ. ഒരു സംഭവം യഹ്യ പറയുന്നുണ്ട്. രാജാവ് എന്ത് ചെയ്ത് ഒരിക്കല് ബാണ്ടക്കയുടെ തലയിൽ വെച്ച് ഇങ്ങനെ ഓടുന്നത് ഒരാൾ കണ്ടു, ഒരു കർഷകൻ. ആ ഓടുമ്പോ പഴയ രാജാവാ. ഓടിച്ചെന്ന് എവിടുക്കാ പോണതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ ഹജ്ജിന് പോവാണ്. അപ്പോൾ പറഞ്ഞു മറുക്കബീൻ, വാഹനമില്ലാതെയാണോ ഹജ്ജിന് പോണെന്ന് വെച്ചു. അപ്പോൾ മറുക്കബി, വാഹനം ഉണ്ടല്ലോ. ആര് പറഞ്ഞു വാഹനമില്ല? പിന്നെ എവിടെയെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു വാഹനം ഞാൻ കാണില്ലല്ലോ എന്ന് പറഞ്ഞു കർഷകൻ. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ വാഹനം ഞാൻ സംഘടിപ്പിച്ചപ്പോഴും നീ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കയറുമ്പോൾ കാണാത്തത്. മർക്കബി ദുനൂബി, എന്റെ വാഹനം എന്റെ ദോഷങ്ങളാണ്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നീ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പുറത്ത് കയറിയാൽ നീ കാണൂല. ആ ദോഷം എന്ന വാഹനം ഉള്ളതുകൊണ്ടാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഹജ്ജിനെത്താൻ കഴിയുന്നത് എന്ന് പറഞ്ഞു. ആ ദോഷത്തെക്കുറിച്ച് ബോധം ഉണ്ടാവുമ്പോൾ എനിക്ക് കൂടുതൽ കഅബയിലേക്ക് ഓടാൻ കഴിയാണ് എന്ന് പറഞ്ഞു. ആര്? ബൽഖയിലെ ചക്രവർത്തി ഇബ്രാഹിം അദ്ദേഹം. നന്നായിട്ട് ഏറി എന്ന് തോന്നുന്ന മനുഷ്യന്മാരന്ന് നമ്മൾ ചിന്തിക്കണം. നന്നായിട്ട് ഏറിയെന്നാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത്. മനുഷ്യന്മാർക്ക് ഒരു സെക്കൻഡ് കൊണ്ട് നന്നായി പോകും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചരിത്രമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കുക, ഈമാനിന് തലയേക്കറി കയറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി നോക്കൂ, ഇനി നമ്മളെ സമയം തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ സംഭവത്തിന് നമ്മൾ ഇന്ത്യക്കാരെ സമയം തെളിയുന്ന സംഭവം ഈ സംഭവമാണ്. അടുത്ത് വാണ് ഖബറിൽ നിന്ന് എന്നെ റസൂലുള്ളാഹി വിളിച്ചു. ഞാൻ ഖബറിന്റെ അടുത്തേക്ക് പരമാവധി അങ്ങോട്ട് ചെന്നു. ഞാൻ നിന്റെ തലയിലേക്ക് ഹിന്ദുസ്ഥാന്റെ അധികാരത്തിന്റെ കിരീടം വെച്ച് തരികയാണ് എന്ന് പറഞ്ഞു. ഇതാണ് സലീം ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞു, നീ വിചാരിച്ചത് നീയാണ് ഇന്ത്യയിലെ ഭരണാധികാരി, നീയല്ല. ഇന്ത്യയിലെ ഭരണാധികാരി ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി കിരീടം വെച്ചു കൊടുത്തതാ. ഇന്ത്യയിലെ കിരീടം ഞാൻ നിന്റെ പേരിൽ വെക്കുന്നു. അന്ന് മുതൽ പുതിയ ഒരു പേര് കിട്ടിയതാണ്. എന്ത്? സുൽത്താനുൽ ഹിന്ദ്.
അന്ന് മുതൽ പേര് കിട്ടിയതാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. അന്ന് പുതിയ പേര് കിട്ടി. നേരെ അങ്ങനെ അലാ ഫവല ഇന്നി വലഅതു അലാ റഅസിക താജ വിലായത്തി ഹിന്ദുസ്ഥാൻ ഫർഹബ് ഇലൈഹി വജഅലിൽ അമീറ അജ്മീറ മസ്കനക മിൻ ബൈനിൽ ബുൽദാൻ വസതുദ്ഫനു ഫീ വയതബറക ബികൽ ഇഖ്വാൻ അലാ മമരിൽ അസ്മാൻ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അവിടെ പോയി താമസിക്കുക. അവിടെയാണ് ഇനി നീ താമസിക്കേണ്ടത്. അവിടെയാണ് നിന്നെ മറമാടപ്പെടുക എന്നും പറഞ്ഞു. കാലങ്ങൾക്കനുസരിച്ച് മനുഷ്യന്മാർ കൂടുതൽ മുസ്ലിമീങ്ങൾ വന്ന് നിന്നിൽ ബർക്കത്തെടുക്കും. അതിന്റെ സൗകര്യങ്ങൾ ഓരോ കാലഘട്ടത്തിലും തുറന്നു കിട്ടുന്നു എന്ന് റൗളയിൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി എനിക്ക് അത്ഭുതമായി. ഞാൻ പേടിച്ചുപോയി. ഞാൻ പരിഭ്രാന്തനായി. അജ്മീരി, എനിക്ക് അജ്മീർ എവിടെയാണ് എന്ന് എനിക്കറിയൂലല്ലോ. ഇത് എന്ത് പണിയാണ് എന്നെ ഏൽപ്പിച്ചത് എന്ന് കരുതി ഞാൻ അത്ഭുതപ്പെട്ടു, പരിഭ്രാന്തനായി. ഞാൻ നബിയെ ഒന്നുകൂടെ നബി വരാതിരിക്കില്ല, നബിയെ ഒന്നുകൂടെ എന്നോട് പറയാതിരിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. സ്വപ്നത്തിൽ വന്നിട്ട് എനിക്കൊരു റുമാൻ പഴം തന്നു. ആ റുമാൻ ശ്രദ്ധിച്ചോ, ആ റുമാൻ മതി നിനക്ക് എന്ന് പറഞ്ഞു. ഞാൻ സ്വപ്നം കണ്ടു നടന്നപ്പോൾ റുമാൻ എന്റെ കയ്യിലുണ്ട്. ഞാൻ ധാരാളം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് റസൂലുള്ളാഹി നേരിട്ട് കൈ കൊടുക്കുന്ന സംഭവം. ഞാൻ ഇന്നലെ നിങ്ങളോടാണ് പറഞ്ഞു തോന്നുന്നു, പറഞ്ഞിട്ടില്ല ഒരു സംഭവം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളോടല്ലേ പറഞ്ഞത്, മരിക്കുന്ന നേരത്തെ വെള്ളം കൊടുത്തല്ലോ ആര്? ഹബീബായ റസൂലുള്ളാഹി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മരിക്കുന്ന നേരത്തെ വെള്ളം കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയുണ്ട്? നമ്മളെ ബുദ്ധിക്കും ആ കാര്യത്തിനൊന്നും യോജിപ്പില്ല, പക്ഷെ ഉണ്ട്. അൽ ബിദായത്ത് വന്നിഹായിൽ ഈ താരീഖ് വളരെ സ്വഹീഹാണെന്ന് ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രികയിൽ ഒരിക്കൽ മുഹമ്മദ് കുട്ടശ്ശേരി എന്ന ലേഖകൻ, ഇത് വളരെ സത്യമായ സംഭവമാണെന്ന് ഒരിക്കൽ ചന്ദ്രികയിൽ ലേഖനം എഴുതിയതും ആ ചന്ദ്രികയിലെ ലേഖനം ഞാൻ വായിച്ചതും ഓർക്കുന്നു. പി മുഹമ്മദ് കുട്ടശ്ശേരി ചന്ദ്രികയിൽ ഈ സംഭവം സഹിയാണെന്ന് ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി വഫാത്ത് കഴിഞ്ഞ് സിദ്ദീഖിന്റെ ഖിലാഫത്ത് കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഖിലാഫത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിന്റെ അവസാന സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വീട് പണിയുന്നത്. നോമ്പുകാരനായിരുന്നു. ഭാര്യ ഉമ്മുനായിലയെ വെള്ളത്തിന് വേണ്ടി പറഞ്ഞയച്ചു. വെള്ളം വരാൻ നേരം വൈകി, നോമ്പ് തുറക്കാനുള്ള നേരമായി. ഫത്തല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന സഖഫി ഫഅദല ദൽബഹു യാ ഉസ്മാൻ ഇശ്റബ്, വെള്ളം കുടിച്ചോ, ഞാനിതാ വെള്ളം ഇറക്കി തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി വരയുടെ മുകൾ ഭാഗത്തിലൂടെ റസൂലുള്ളാഹി നേരെ എന്നെ പാളി നോക്കിയിട്ട് പാത്രം അങ്ങോട്ട് ഇറക്കി തന്നു. എന്നിട്ട് ഹബീബായ നബി ഇറക്കി തന്ന ആ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം കുടിച്ചു എന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭാര്യ ഉമ്മുനായിലയോട് പറയുന്ന സംഭവം ഹാഫിദ് ഇബ്നു കസീർ സ്വഹീഹായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ വേറെ ചില സംഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഈ ഇബ്നു നബാത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹു നബാത്തി ഖുത്ബയുണ്ടായ അദ്ദേഹം, ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഖുത്ബകൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. ഒരിക്കൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഇഫ്തഹ് ഫാക, സ്വപ്നത്തിൽ നിന്റെ വായ തുറക്കുന്നു പറഞ്ഞു. ഫഫതഹ ഫാഹു, വായ തുറന്നു കൊടുത്തപ്പോൾ ഫവസഖ ഇലാ ഫമിഹി, വായിലേക്ക് റസൂലുള്ളാഹി തുപ്പി കൊടുത്തു. ഫലമ്മ ഇസ്തഖല, ഉണർന്നു നോക്കുമ്പോൾ ഫാഹ ത്വയ്ബ മിൻ ഫമിഹി, കസ്തൂരി വാസനിക്കാൻ തുടങ്ങി. പിന്നെ 18 ദിവസമാണ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചത്. ആ ദിവസങ്ങളിൽ ഭക്ഷണമോ വെള്ളമോ ഉണ്ടായിരുന്നില്ല. സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഭക്ഷണം എന്ന് ഇബ്നു തൈമിയുടെ ശിഷ്യനായ ഹാഫിദ് ഇബ്നു കസീർ ഈ സംഭവം സ്വഹീഹാണെന്ന് അൽ ബിദായത്ത് വന്നിഹായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ ഞാൻ നീട്ടി പറഞ്ഞില്ല. ചുരുക്കത്തിൽ ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞറിയോ? റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്ന് റുമാൻ പറയാൻ തരികയോ, അതൊരിക്കൽ മാത്രമല്ല, ഒരുപാട് സംഭവങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു സ്വർഗീയമായ റുമാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തന്നു. എന്നിട്ട് അറാനി മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, അതിന്റെ മുകളിൽ നോക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ വഅശാറ ഇലാ ജബലി അജ്മീർ, അജ്മീറിലെ പർവ്വതത്തിലേക്ക് റസൂലുള്ളാഹി എനിക്ക് സ്വപ്നത്തിൽ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് ചെന്നെത്താനുള്ള സ്ഥലം, ആ ഏരിയ മുഴുവൻ റസൂലുള്ളാഹി റുമാൻ പഴത്തിന്റെ പുറത്ത് ഒരു ഭൂഗോളം തന്നെ എനിക്ക് കാണിച്ചത്. ആ ഭൂഗോളത്തിൽ അജ്മീറിന്റെ സ്ഥാനം റസൂലുള്ളാഹി എനിക്ക് ചൂണ്ടിക്കാണിച്ചെന്നു എന്ന് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നില്ല.
ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ടത് വളരെ വലിയ സംഭവമാണ്. അതിനുശേഷം അതിനിടയിലാണ് ബഹുമാനപ്പെട്ടവർ മഹാനായ ഗൗസുൽ ആലമിനെ ഇടയിൽ ഒന്നുകൂടെ കണ്ടിട്ടുണ്ട്. അതോടുകൂടെ പിന്നെ പുറപ്പെടുകയാണ്, പിന്നെ പോവുക. അതിനിടയിൽ ബഹുമാനപ്പെട്ടവർ ശൈഖ് ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഒരു ഗുഹയിൽ 57 ദിവസം താമസിച്ചതായി താരീഖിൽ ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ചില വളരെ രഹസ്യമായ ചില വിജ്ഞാനങ്ങൾ നൽകി. പിന്നെ മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു അവർ വന്നപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തന്നെ അജ്മീറിൽ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് വന്നു. അജ്മീറിന്റെ നേരെ അങ്ങോട്ട് മുകളിലേക്ക് കയറിയാൽ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്. ആ സ്ഥലത്ത് വന്നിട്ടുണ്ട് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അവിടെ ഒരു ചെറിയ പള്ളിയൊക്കെ ഉണ്ട്. അവിടെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വന്നിരുന്ന സ്ഥലമാണ്. കയറിയാൽ പടവുകൾ കയറിപ്പോയാൽ ഒരു പള്ളി കാണുന്നുണ്ട്. ആ പള്ളി അവിടെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നേരിട്ട് വന്ന സ്ഥലമാണത്. 57 ദിവസം കൂടെ ഒരു ഗുഹയിൽ താമസിച്ചിരിക്കുന്നത് ചില താരീഖുകൾ കാണുന്നത്. അധികാരമൊക്കെ ഏറ്റെടുത്തുള്ള ആ യാത്രയിലിടയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം. ബഹുമാനപ്പെട്ടവർ വജ്ദ് സമാഇന്റെ ആളായതുകൊണ്ട് പാട്ട് കച്ചേരി ചെയ്തു കൊടുത്തു. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഹബീബ് അല്ലാഹുവിനെ പറ്റിയുള്ള ഇഷ്ഖിന്റെ ദർവേശേ ഖുദാ മസ്ത് ശർഖീഹേ നഗർബി എന്ന് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പറഞ്ഞതുപോലെ ദർവേശേ ഖുദാ മസ്ത് ദൈവിക പ്രേമം മത്ത് പിടിക്ക തലയിൽ. അവർക്ക് ഒരു അന്തുണ്ടാവില്ല, അവർ അല്ലാഹു നല്ല ചിന്ത ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവരുടെ നോമ്പ് തന്നെ മുറിയൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കൊന്നും വേണ്ട. അള്ളാഹ് എന്ന വിചാരം തെറ്റിപ്പോയാൽ ദർവേശിമാർ നോമ്പ് മുറിയുന്ന മനസ്സിലായില്ല. നമ്മളെ നോമ്പ് പെട്ടെന്നൊന്നും മുറിയില്ല, കുറേ നേരം വൈകാലും മുറിയും. ദർവേശിന്റെ നോമ്പ് അല്ലാഹ് എന്ന ചിന്ത ഒഴിവായാൽ ദർവേശിന് നോമ്പ് മുറിയും. അവർ അല്ലാഹ് നല്ലത്തെ പൂർണ്ണമായി അല്ലാഹു എന്ന ചിന്തയിലാണ്ട് ലയിച്ചുക വേറൊന്നവർക്ക് ഉണ്ടാവില്ല. മാത്രം അവസ്ഥയിലേക്കാണ് വരിക. ആ അവസ്ഥ അല്ലാത്തൊരു കാര്യത്തെ അവർ സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖുതുബുൽ സമാനെ വന്നിട്ട് എന്ത് ചെയ്തു, മമ്പറത്ത് വന്നിട്ട് ഇമാമിന്റെ കീഴിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തിട്ട് ഇമാമിനെ മഅ്മൂമായി തുടർന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, കൈയയച്ച് പുറത്തു വിട്ട് ളുഹർ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ അങ്ങോട്ട് പൊടിഞ്ഞു, ഇതെന്ത് പരിപാടിയാണ്, ഇതെന്ത് കാര്യമാണ്, ഞങ്ങളെ ഇമാമിനെ തുടർന്നിട്ട് പിന്നെ കൈയയച്ച് അയച്ചു പോയിട്ട് പുറത്ത് ളുഹർ നിസ്കരിച്ചല്ലോ, ഇതെന്താണെന്ന് പറഞ്ഞു ചാണകമണക്കാണ് ഇമാമിനെ, അതുകൊണ്ട് എനിക്ക് ഇമാം തുടരാൻ കഴിയില്ല, ഇമാമത്തിനും താമായിട്ടില്ല, നജസ് വാസനിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾക്ക് അത്ഭുതം ഉണ്ടായിരുന്നു. അപ്പോൾ ഉടനെ കാൽക്കലേക്ക് വീണു ഇമാമ്. സംഭവം അബദ്ധാണ്, സത്യം സത്യം തന്നെയാണ്. എന്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ചയാണ് പ്രസവിച്ചത്, അതുകൊണ്ട് അഖീഖ തറക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നതോടുകൂടെ എന്റെ മനസ്സിലേക്ക് എവിടുന്നാ ഇനിയിപ്പോ ഒരു അഖീഖത്തിന് ഒരു മൂരിക്കുട്ടിയെ കിട്ടാന്നുള്ള ചിന്തയായി പോയി. പിന്നെ ഞാൻ അങ്ങനെ കൊടിഞ്ഞി ചെമ്മാട് ഭാഗത്തെ ഏരിയ കൂടെ അങ്ങനെ തെരഞ്ഞു സലാം കൂട്ടുന്നവരെ. സംഭവം അബദ്ധാണ്. അതാണ് ഇവിടുന്ന് പറഞ്ഞത്. അതാ പറഞ്ഞ അവർക്ക് മസ്ത് പിടിച്ചു, അവർക്ക് അല്ലാഹ് എന്ന ചിന്ത ഒഴിവായി അവർ നിസ്കാരം നോമ്പ് മുറിഞ്ഞു പോകും. അല്ലാഹ് അവർക്ക് ചിന്ത പറഞ്ഞില്ല. ഇമാമ് പറഞ്ഞു പറ്റിയത് എന്റെ കയ്യിൽ തന്നെയാണ്. ഇമാമിനെ പറ്റി പറഞ്ഞ ചാണകം മണക്കണ ഇമാമായതുകൊണ്ട് ഞാൻ തുടർന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ളുഹർ നിസ്കരിച്ചത്. ആര് പറഞ്ഞു? ഇന്നിപ്പോ പറയുകയാണെങ്കിൽ ഒരു ഇമാമിന്റെ കയ്യിലും മഅ്മൂമിന്റെ കയ്യിലും നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ചാണകം മണക്കാത്ത ഒരാളും ഇല്ല, ഒക്കെ ചാണകത്തിലായിരിക്കും. പിന്നെ എല്ലാവർക്കും ഭ്രാന്താവുമ്പോൾ ഒരാൾക്ക് ഭ്രാന്താന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ ഞാൻ മനസ്സിലാക്കണം. അങ്ങനെയാണ് മൊത്തം ആളുകൾക്ക് ഭ്രാന്താവുമ്പോൾ ഒരു ഭ്രാന്തെന്ന് പറയാൻ പറ്റില്ല. കാരണം ഭ്രാന്താശുപത്രിയിൽ പോയ 10-25 ആളുകളൊക്കെ ഒരുപോലെ നല്ല നിലക്ക് ജീവിച്ചു പോകുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഭ്രാന്തുമാണ്. ഇന്നത്തെ പൊതു ലോകത്തിന്റെ അവസ്ഥ പറഞ്ഞാൽ എല്ലാവർക്കും ഭ്രാന്താണ്. അത് നമ്മൾക്ക് ദുന്യാവിൽ ഭ്രാന്തായി പോയതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ലോകം അങ്ങനെയാണ്. അള്ളാഹു നമ്മെ കാക്കട്ടെ. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ടവർ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുമായി കണ്ടുമുട്ടി 57 ദിവസം താമസിച്ചിട്ടുണ്ട്. ആ സംഭവത്തിന്റെ ഒരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ഖദമി അലാ റഖബ തഫ്രീഹുൽ ഖാത്തിറിൽ ഒരു സംഭവം കാണുന്നുണ്ട്. തഫ്രീഹുൽ ഖാത്തിറിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഖദമി അലാ റഖബാത്തിൽ ഔലിയാ തഫ്രീഹുൽ ഖാത്തിറാണ്. തഫ്രീഹുൽ ഖാത്തിറിൽ ഒരു സംഭവം പറയുന്നുണ്ട്. لما قال الغوث العظم بأمر الله قدمي هذه على رقبة كل ولي لله والله جميع الأولياء رقابهم وكان خواجة معين بن الحق والدين في ذلك الوقت من الشبان مجاهدا مرتالا في غار جبل من بلدة خراسان فبمجرد اطلاعه على هذا الأمر الإلهي بادر إلى تقديم انحناء رأسه عن سائر الأولياء ووضع رأسه على الأرض وقال بل على رأسي. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി
ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഖദമി അലാ റഖബാത്തിൽ ഔലിയായി, എല്ലാ ഔലിയാക്കളുടെയും പെരടിയുടെ മുകളിലാണ് എന്റെ കാൽ എന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവരുടെ തല ഒന്ന് താഴ്ത്തി കൊടുത്തു ബഹുമാനപ്പെട്ടവർക്ക്. പക്ഷേ ബഹുമാനപ്പെട്ടവര് എന്ത് ചെയ്തു? ചെറുപ്പക്കാരനായിരുന്നു. മുജാഹിദൻ മുർത്താദൻ ഫീ ഗാരി ജബലി മിൻ ബൽദത്തി ഖുറാസാൻ. ഖുറാസാനിലെ ഒരു മലയിൽ ഒരു ഗുഹയിലെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ഇബാദത്ത് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ബഗ്ദാദിൽ പറയുന്നത്, ഖുറാസാനിലാണ് ബഹുമാനപ്പെട്ട ഒരു ബഗ്ദാദിലാണ് ഈ വാക്ക് പറയുന്നത്. വീണുപോയി, തലകുത്തി വീണുപോയി. എന്റെ തലയിലാണ്, എന്റെ പെരടിയുടെ മേലും എന്റെ തലയുടെ മേലും, എന്റെ പെരടിയുടെ മേൽ മാത്രമല്ല എന്റെ തലയുടെ മുകളിൽ വരെ അവരുടെ കാലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹാജ പറഞ്ഞു. ആ ഒരൊറ്റ സ്ഥാനം കൊണ്ട്, അദബിന്റെ സമുന്നതമായ അദബ് കൊണ്ട് ഈ ചെറുപ്പക്കാരൻ ലോകത്തെ ഒരു ഔലിയാക്കളും എത്തിക്കാൻ കഴിയാത്ത സ്ഥാനത്തെത്തും, വലിയനും എത്തിക്കാൻ കഴിയാത്ത സ്ഥാനത്തെത്തുമെന്ന് പിന്നീട് ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ വിശദമായി ഇവിടെ പറയുന്നുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കാം. അങ്ങനെ നേരെ അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ വരികയാണ്. നേരെ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം പിന്നെ ബഹുമാനപ്പെട്ടവർ നേരെ വരികയാണ്, അജ്മീറിലേക്ക് വരികയാണ്. മക്കയിൽ വന്നു. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നു. ആ സമ്മതം കിട്ടി. നേരെ പോവുക. നേരെ പിന്നെ ബഹുമാനപ്പെട്ടവർ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഡമസ്കസിലേക്ക് പോയി, ഷഡ്മാനിൽ പോയി, ബൽഖയിൽ പോയി, ബുഖാറയിൽ പോയി, ഗസ്നീനിൽ പോയി, കണ്ടഹാറിൽ, മുൽത്താനിൽ വഴി നേരെ ഡൽഹിയിലേക്ക് പ്രവേശിച്ചു. ഡൽഹിയിൽ പ്രവേശിച്ചപ്പോൾ ഡൽഹിയിലെ പരിസരത്തുള്ള ആളുകൾ മുഴുവൻ മുസ്ലിമായി. ബഹുമാനപ്പെട്ടവരുടെ ആ ഒരൊറ്റ ദർശനം കൊണ്ട് തന്നെ ഡൽഹിയുടെ പരിസരം മുഴുവൻ മുസ്ലിമായി എന്ന ചരിത്രം. ആദ്യം വന്ന് ഡൽഹിയിലാണ്. കണ്ടഹാറും മുൾത്താൻ വഴി നേരെ പാകിസ്ഥാനിൽ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നേരെ ഡൽഹിയിലേക്ക് കയറി. അന്ന് അവിഭക്ത ഇന്ത്യയാണ്. പഴയ കാലത്താണ്. വളരെ ഹിജ്റ 580 ശേഷമുള്ള സംഭവമാണ് ഈ പറയുന്നത്. നേരെ അവിടെ വെച്ച് പിന്നെ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ അനവധി ആളുകൾ മുസ്ലിമായി. ഡൽഹിയിൽ നിന്ന് നേരെ അജ്മീറിലേക്ക് പുറപ്പെട്ടു. അന്ന് അജ്മീർ ഭരിക്കുന്നത് കിസ്രയെ പോലെ കരുത്തുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. വലിയ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ കിസ്രയുടെ അധികാരം പോലെയുള്ള സമുന്നതമായ അധികാരമുള്ള ഒരു ആളായിരുന്നു അക്കാലത്ത് അജ്മീർ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് പൃഥ്വിരാജ് ചൗഹാൻ എന്ന്. അയാൾ അന്ന് അജ്മീർ ഭരിച്ചിരുന്നത്. ഒരു ഫഖീർ ഇവിടെ ഇന്ത്യയിൽ വരുന്നുണ്ട്. സിഫത്തുഹു വസുറത്തുഹു കദാ വകദാ എന്ന് ജ്യോത്സ്യന്മാർ നേരത്തെ തന്നെ ഇയാളോട് പറഞ്ഞിരുന്നു, പൃഥ്വിരാജ് ചൗഹാനോട് പറഞ്ഞിരുന്നു. പൃഥ്വിരാജ് ചൗഹാന്റെ പ്രത്യേകത എന്താണെങ്കിൽ ഈ ജ്യോത്സ്യന്മാരെ കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ സ്ഥാനം അദ്ദേഹം നിലനിർത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ വലിയ ഒരു ദേവിയും വലിയ ഒരു ജ്യോത്സ്യയും ആയിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ തന്നെ, പൃഥ്വിരാജ് ചൗഹാന്റെ അമ്മ തന്നെ. പക്ഷേ പൃഥ്വിരാജ് ചൗഹാന്റെ അമ്മ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പൃഥ്വിരാജ് ചൗഹാന്റെ അമ്മ നേരത്തെ പറഞ്ഞിരുന്നു, 10 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു ആ ചരിത്രം. മോനെ, ഇവിടെ അറേബ്യയിൽ ഒരു ഫക്കീർ വരുന്നതായിട്ട് എനിക്ക് ലക്ഷണം കാണുന്നുണ്ട്. ആ അറേബ്യയിൽ വന്ന ഫക്കീർ നമ്മുടെ നാട്ടിന്റെ ഗതി അട്ടിമറിക്കും, നിന്റെ ഭരണകൂടം അത് വഴി നഷ്ടപ്പെടും. പക്ഷേ ആ മനുഷ്യൻ വന്നാൽ ഒരിക്കലും നീ അമാന്തിച്ച് നിൽക്കരുത്. ആ മനുഷ്യന്റെ കൈ പിടിച്ച് ആ മനുഷ്യൻ കൽപ്പിക്കുന്നത് പോലെ ചെയ്യണേ എന്ന് പറഞ്ഞിരുന്നു. എങ്ങാനും ആ കാലഘട്ടത്തിൽ ഞാനുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കാൽ ചുവട്ടിലുള്ള മണ്ണ് ഞാൻ ചുംബിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു പൃഥ്വിരാജ് ചൗഹാന്റെ അമ്മ പൃഥ്വിരാജിനോട് ഉപദേശിച്ചിരുന്നു. പക്ഷേ അത് അയാൾക്ക് ഒന്നുകൂടി ദേഷ്യവും ഒന്നുകൂടി കിബറും കൂട്ടി എന്നല്ലാതെ ഒരു മാറ്റം ഉണ്ടായില്ല. وقالوا هذا الفقير سبب لهلاكك وفناء دولتك فأوقف الملك രാജാവ് في جميع الحدود مراقبين. രാജാവ് ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? പരമാവധി നിരീക്ഷകന്മാരെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ അതിർത്തികളിൽ വിന്യസിപ്പിച്ചു. അങ്ങനത്തെ ഒരു ഫക്കീർ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് കടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യക്ക് കയറി. ചതിയിൽ അകപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും ജയിലിലടക്കണം എന്ന് കൽപ്പന കൊടുത്തു അതിർത്തിയിലെ കാവൽക്കാർക്ക്. ലാബിൽ മുആറത്തിൽ മുഖാബല, എതിരിടാനൊന്നും പോണ്ട, എതിരിട്ടാൽ നമ്മൾ ഒരു പക്ഷെ ജയിക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ നമ്മളെ വരുതിയിലാക്കിയിട്ട് ജയിലിലടക്കണം എന്ന് നേരത്തെ തന്നെ നിരീക്ഷകന്മാർക്ക് അദ്ദേഹം കൽപ്പന കൊടുത്തിരുന്നു.
فعلم الله سبحانه وتعالى الشيخ بهذه المؤامرة وتوجه بالاعتبار شيء إلى دൽഹി. ആരും അറിയാതെ ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർക്ക് അവിടെ വഅസ്ലമ അലാ യദൈഹി കസീറുൻ മിന സുക്കാനി, ബഹുമാനപ്പെട്ടവർ ഡൽഹിയിൽ വന്നതോടുകൂടെ അവിടെയുള്ള അനവധി ആളുകൾ മുസ്ലിമായി. ثم توجه الشيخ معين الدين ومن معه من مريديه الى غايه مقصده بلده اجمير. അജ്മീറിനെ ലക്ഷ്യമാക്കി പിന്നെ ഡൽഹി എന്ന് പുറപ്പെട്ടു, പൃഥ്വിരാജിന്റെ നാട്ടിലേക്ക്. وبعد الوصول الى اجمير اجميرലെത്തിയപ്പോൾ نزل الشيخ ومن معه في ظل شجره قائمه في ميدان يستريح فيه جمال الملك. രാജാവിന്റെ ഒട്ടകങ്ങൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അനാസാഗറിന്റെ പരിസരത്ത്, അനാസാഗർ എന്ന വിശാലമായ ഒരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ കരയിലെ രാജാവിന്റെ ഒട്ടകങ്ങളൊക്കെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ഒരു ടെന്റ് കെട്ടി അവിടെ കൂടി. അവിടെ താമസിക്കുന്നതിന് മൈതാനിന്റെ ഉടമസ്ഥൻ വലിയ വിരോധമൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് ഒട്ടകത്തിന് കിടക്കാനുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്നാ നിന്റെ ഒട്ടകം തന്നെ കിടന്നോട്ടെ എന്ന്. ഫഖാമ, ആ മൈതാനിൽ നിന്ന് മാറിയിട്ട് അനാസാഗറിന്റെ പരിസരത്തല്ല, കുറച്ച് ദൂരെയാണ്. അനാസ ആദ്യം മണ്ഡലം മൈതാനില്ല, മൈതാനിന് പിന്നെ അനാസാഗറിന്റെ പരിസരത്തേക്ക് ബഹുമാനപ്പെട്ടവർ വരികയാണ്. فقام ونزل في مكان قريبة بحيرة أناساغر وفي وسط البحيرة معابد للوثنيين. അതിന്റെ നടുവിൽ ഒരു ക്ഷേത്രവും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഷിർക്കിന്റെ മണ്ഡപവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷേ ബഹുമാനപ്പെട്ടവര്, എന്നാ നിന്റെ ഒട്ടകത്തിന് കിടക്കാനുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ എന്നാൽ ഇവിടെ നിൽക്കണ്ട, എന്റെ ഒട്ടകം കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരെ അവർ പോയതിനു ശേഷം ദിവസങ്ങളോളം ഒട്ടകങ്ങൾ എണീക്കാൻ കഴിയാതെ തന്നെ ആ മൈതാനിയിൽ കടന്നുപോയി. അത് വളരെ വലിയ വിഷമമായി. وبعد نزول الشيخ قرب البحيرة اتخذ عريشا يعبد فيه واندشر أصحابه فأخذوا الماء من البحيرة وتولوا واغتسلوا فيه فأغلب الكفار ومنعوا مس الماء. ബഹുമാനപ്പെട്ടവര്, ആ അനാസാഗർ വിശാലമായ തടാകമാണ് അനാസാഗർ. ആ അനാസാഗറിൽ നിന്ന് വെള്ളമെടുത്ത് അവിടെ ഉദു ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് ആ തദ്ദേശവാസികളായ പല സത്യനിഷേധികൾക്കും ഇഷ്ടപ്പെട്ടില്ല. അവർ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വെള്ളം എടുക്കുന്നതിനെ തൊട്ട് ഒരുപാട് നിഷേധങ്ങളും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്തു. فبلغ الامر الى الشيخ فقال جاء الحق وزهق الباطل ان الباطل كان زهوقا. സത്യം വെളിപ്പെട്ടു വരികയും അസത്യം നിഷ്കാസിതമാവുകയും ചെയ്യാനുള്ള സന്ദർഭമായിട്ടുണ്ട് എന്ന ആയത്തോടി ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു സുമഅത ഇനാലി ഖാദിമിൻ, പിന്നെ ഒരു പാത്രം ഖാദിമിന്റെ അടുത്ത് കൊടുത്തു. ഫഖാൽ ഇദ്ഹബ് ഇലൽ ബുഹൈറ വഗ്തരിഫ് മിൻഹാ ഗുർഫതൻ, ഒരു കൈ ഒരു കോപ്പ അതിനെ എങ്ങോട്ട് കോരിയെടുത്തോ എന്ന് പറഞ്ഞിട്ട് കോപ്പ എടുത്തിട്ട് കൊടുത്തു. എന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പ വെള്ളം ആദ്യം എടുക്കാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ടവരെടുത്തിരിക്കല്ല, എടുക്കാൻ വേണ്ടി ഖാദിമിനെ പറഞ്ഞയച്ചില്ല. ആദ്യം ഖാദിമിനെ പറഞ്ഞയച്ചു. ഖാദിം പോയി യാ ബുദ്ദൂഹ് എന്ന് പറഞ്ഞിട്ട് ആ അനാസാഗറിൽ നിന്ന് ഒരു കോപ്പ കോരിയെടുത്തു ഖാദിം. ففعل الخادم ما امره الشيخ واغترف في الاناء من البحيره فدخل جميع ماء البحيره والبلده في ذلك الاناء. ഉടനെ ആ അനാസാഗറിൽ വെള്ളം പറ്റി. ഈ കോഴിക്കോട് കടപ്പുറത്ത് മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ പ്രസംഗിക്കുന്നത് എന്റെ ഈ ചെവിയിൽ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. 60-ാം വാർഷികത്തിലോ മറ്റൊന്നാണ് എന്റെ ഓർമ്മ. അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് ഇസ്സത്തിന്റെ ഒരു ബർസഖിയായ ജീവിതം കൊടുക്കട്ടെ. ഹശവകല്ലാ എന്നൊക്കെ പറയുന്നത് അതിങ്ങനെ എന്റെ ചെവിയിൽ അലക്കുന്നത് പോലെ തോന്നുന്നു. അനാസാഗർ വറ്റിപ്പോയി, നാട്ടിലുള്ള രാജസ്ഥാനിലുള്ള വെള്ളം മുഴുവനും വറ്റിപ്പോയി, എല്ലാം പറ്റി. അനാസാഗറിലെ വെള്ളം പറ്റി, ആകെ പറ്റി എന്ന് മാത്രമല്ല, ശംസുൽ ഉലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുലയൂട്ടുന്ന രജപുത്ര പെണ്ണുങ്ങളെ മുലപ്പാൽ പറ്റിപ്പോയി എന്ന് വെച്ചിട്ട്. മുലപ്പാൽ പോലും പറ്റിപ്പോയി. ബഹുമാനപ്പെട്ട ഹാജക്ക് വെള്ളം കൊടുക്കുക. ആ പാത്രം, അതായത് വെള്ളം നിഷേധിച്ചപ്പോൾ ഒരു പാത്രം, ഒരു കോപ്പ വെള്ളം അനാസാഗറിൽ നിന്നെടുത്ത കാരണത്താൽ അനാസാഗർ പറ്റി, നാട്ടിലെ വെള്ളം മുഴുവനും പറ്റി, മുലയൂട്ടുന്ന പെണ്ണുങ്ങളെ മുലപ്പാൽ പോലും പറ്റിപ്പോയി. فعدم القوم ماء وصاروا عطاشا فتحيروا وجاءوا الى الشيخ يتضرعون ويبكون. സത്യനിഷേധികളാണെങ്കിലും കരഞ്ഞുകൊണ്ട് പിന്നെ ഷേഖിന്റെ അരികിൽ വന്നു. فغلب عليه الرحمة للفقراء. ഭയങ്കര മനസ്സലിവുള്ള ആളായിരുന്നു. മനസ്സലിവ് വന്നു. ബഹുമാനപ്പെട്ടവർ അമറൽ ഖാദിമ ബിസ്സബ്ബിൽ ഇനാ, ആ പാത്രം അങ്ങോട്ട് തന്നെ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഫീമാ തറഫ മിൻഹു, എടുത്തതുപോലെ തിരിച്ചങ്ങോട്ട് ഒഴിക്കാൻ പറഞ്ഞു. ഫസബ്ബൽ ഖാദിമ വഅദത്തിൽ ബുഹൈറ കമാ കാനത് മംലൂഅതൻ ബിൽ മിയാഹി.
മൈതാനിന്റെ കാവൽക്കാരൻ വന്നു ഇലൽ മലിക്കി, രാജാവിലേക്ക്. കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ രാജാവിന്റെ ഒട്ടകങ്ങൾ എണീക്കുന്നില്ല, നിന്റെ ഒട്ടകം ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശേഖ അവിടുന്ന് പോയത്. രാജാവാകട്ടെ ഭയങ്കര ദേഷ്യത്തിലായി. തൽക്കാലം വിനയം നടിച്ചിട്ട് അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ ഷെയ്ഖിനോട് തന്നെ ആവശ്യപ്പെടാൻ വേണ്ടി പലവട്ടം വിനയം നടിക്കുകയും പലവട്ടം ചതിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്ന പൃഥ്വിരാജ് ചൗഹാൻ അവസാനം പൃഥ്വിരാജ് ചൗഹാൻ ഒന്നുമില്ലാതെ തകർന്ന് തരിപ്പണമാവുക. ഒരുപാട് ആളുകൾ അദ്ദേഹം സാഹിറായി കൊണ്ടുവരുന്ന ആളുകൾ വരെ നന്നായി ഞാൻ ആ ഭാഗത്തേക്ക് വരാം. നിന്റെ ഒട്ടകങ്ങൾ എണീറ്റോട്ടെ, അങ്ങനെ ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷം ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ, ഇവിടെ വാൾ കൊണ്ട് വെട്ടിയിട്ടോ കൈവെട്ടിയിട്ടോ ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടോ അല്ല ആ ജനങ്ങളൊന്നും ബഹുമാനപ്പെട്ട സത്യദീൻ ഇവിടെ പ്രചരിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ വെളിച്ചമുണ്ടായപ്പോൾ പ്രകൃതിയിലെ ഓരോ വസ്തുക്കൾക്കും അവർക്ക് വഴിപ്പെടുന്നത് കണ്ണിൽ കണ്ടു എല്ലാവരും. അതുകൊണ്ട് ഇവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം വരെ പോക്കാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ പറഞ്ഞു.